2011 ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം കേരള ചരിത്രത്തിൽ രണ്ടാമതായി സീറോ മലബാർ സഭയിൽ നിന്നും ക്യാബിനറ്റ് റാങ്കിലേക്ക് 4 സഭാവിശ്വാസികൾ, അന്ന് എൻ്റെ അപ്പച്ചനുൾപ്പെടെ മാണി സാറും KC ജോസഫ് സാറും അതുപോലെ ചീഫ് വിപ്പായിട്ട് ആദ്യം PC ജോർജും പിന്നീട് തോമസ് ഉണ്ണിയാണ്ടുമായിരുന്നെങ്കിൽ കേരള ചരിത്രത്തിൽ രണ്ടാമതായിട്ടാണ് 4 പേര് നമ്മുടെ ക്യാബിനറ്റ് റാങ്കിൽ വരുന്നത്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി 14 MLA ഈ സഭയിൽ നിന്നും നമ്മുടെ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ ഒരു ദുഃഖാന സഭാദിനത്തിൽ നിങ്ങൾക്കൊരു വലിയ ആദരവായിട്ട് ഇന്ന് വിളിച്ച് ചേർത്തിരിക്കുന്ന ഈ പങ്കെടുക്കുവാൻ അവസ്ഥ തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. വേദിയിലുള്ള നമ്മുടെ ഏറ്റവും എക്സിക്യൂട്ടീവ് റാഫേൽ തട്ടിൽ പിതാവ്, ബോസ്കോ പുത്തൂർ പിതാവ്, ടോണി നിലങ്കാൽ പിതാവ് ഉൾപ്പെടെ സന്നിധാനിക്കുന്ന ബഹുമാനരായ മന്ത്രിമാർ, സിസ്റ്റേഴ്സ്, വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഭാവിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, പറഞ്ഞ പോലെ 4 മിനിറ്റ് വളരെ ദീർഘമില്ലാത്ത ഒരു സമയമാണ്. 1-2 ചെറിയ കാര്യങ്ങൾ ഈ ഒരു സർക്കാർ നിലവിൽ വന്നത് ഇതിനെക്കുറിച്ചും പുതിയ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും അസംബ്ലിയിലെ ഒരു ചോദ്യമായിട്ട് ഞാനത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, അത് ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ്. ഏത് വിഷയം നമ്മുടെ ക്രൈസ്തവ മേഖലകളെ ബാധിക്കുന്ന ഇവിടെ പറഞ്ഞ കുടിയേറ്റ മേഖലയിലുള്ള വിഷയങ്ങൾ നമ്മൾ കൊടുത്ത വാഗ്ദാനമാണ്, നമ്മളത് നിറവേറ്റിയിരിക്കുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇവിടെ പിതാവ് ചൂണ്ടിക്കാണിച്ച യുക്രൈനിയൻ സഭയിലെ ഞാൻ ചുമ്മാ വിക്കിപീഡിയ നോക്കിയപ്പോൾ അവിടെ 4.2 മില്യൺ ആളുകളാണെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് വേൾഡ് വൈഡ് 5.5 മില്യനാണ്. അത് ഏതാണ്ട് 15 ലക്ഷത്തോളം കൂടുതൽ ആളുകൾ നമ്മുടെ സഭയിൽ കൂടുതലുണ്ട്. പക്ഷേ ഇന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം ഈ കേരളത്തിൽ അവതരിപ്പിച്ചത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാനത് സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. അത് നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിലല്ല. ഇന്ന് നമ്മുടെ സഭയുടെ കീഴിൽ ധാരാളം എയ്ഡഡ് സ്കൂളുകളുണ്ട്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ഇന്ന് എല്ലാവരും തന്നെ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പിള്ളേരെ കൊണ്ടുവന്നത്. ഞങ്ങൾ അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. നമ്മുടെ സഭയുടെ കീഴിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, സ്കൂളുകളുടെ നിലവാരം ഉയർത്തുവാണെങ്കിൽ ഇന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഭാ സമൂഹത്തിൽ നിന്നുള്ള അവശേഷിക്കുന്ന കുട്ടികളെയെങ്കിലും ഈ ഒരു സ്കൂൾ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് സർക്കാർ അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ സർക്കാർ മാത്രമല്ല, CSR ഫണ്ടുകളോ മറ്റോ ഉപയോഗിച്ച് പഠനേതര വിഷയങ്ങളിലും പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, എത്തിക്സ് ഉള്ള, സിവിക് സെൻസ് ഉള്ള, കാര്യപ്രാപ്തിയുള്ള മിടുക്കന്മാരായ പൗരന്മാരെ വാർത്തെടുക്കുവാൻ നമുക്ക് ഇനിയും സാധിക്കും. ആ റിവൈവൽ തുടങ്ങേണ്ടത് നമ്മുടെ സ്കൂൾ തലങ്ങളിലാണ് എന്നുള്ള ഒരു എളിയ അഭിപ്രായം ഞാൻ പിതാക്കന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തി. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന് ഈ ഒരു സർക്കാരിൻ്റെ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസിൻ്റെ സമസ്ത മേഖല, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഏവിയേഷൻ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, വയോജന വകുപ്പ് ആയിക്കോട്ടെ, വ്യവസായം, ടൂറിസം ഉൾപ്പെടെ ധാരാളം മുതൽ മുടക്കുകൾ അത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ആകർഷിക്കുന്ന ഒരു നയമായിട്ട് മുന്നോട്ട് പോകും. വളരെ വിജയകരമായ രീതിയിൽ കേരളത്തിലെ ഈ ഒരു റവല്യൂഷൻ തുടങ്ങി വെച്ച കത്തോലിക്ക സഭയ്ക്കും ഈ ഒരു പുതിയ ഒരു പോളിസിയിൽ ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന ചെറുപ്പക്കാരെ ഈ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുവാൻ, ഈ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുതൽ മുടക്കുവാൻ, അത് നമ്മുടെ ചേട്ടനെ ദേവസ്യം കൂടെ ഉണ്ട്. ഞാൻ മലബാറിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ധാരാളം സഭാവിശ്വാസികൾ വിദേശത്ത് നാട്ടിൽ മുതൽ മുടക്കുവാൻ, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ചു. ഏത് മേഖലയും ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്താൽ മുതൽ മുടക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ധാരാളം ആളുകൾ ഈ സഭയിൽ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുണ്ട്. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ചെറുപ്പക്കാരെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സഭ മുന്നോട്ട് പോകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വളരെ സ്നേഹോഷ്മളമായൊരു സ്വീകരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഏർപ്പെടുത്തിയ സഭാ നേതൃത്വത്തിനും സഭാവിശ്വാസികൾക്കും നന്ദി പറയുന്നു.
മുന്നോട്ടുള്ള ഈ ഒരു യാത്രയിൽ ഇവിടെ മന്ത്രിമാരെല്ലാവരും പറഞ്ഞതുപോലെ ഏതാവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന ജനപ്രതിനിധികളായി ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള 14 പേര് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്ന ഈ സ്വീകരണത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശോ വിശ്വസിക്കുന്നു.